മോളിവുഡ് ടൈംസ് നസ്ലിൻ നായകനായിട്ടുള്ള ചിത്രമാണ്. പടത്തിൻ്റെ ഡയറക്ടർ, റൈറ്റർ, ആക്ടേഴ്സ്, മ്യൂസിക്, പ്രൊഡ്യൂസർ. പടത്തെക്കുറിച്ച് പറയുമ്പം അത്യാവശ്യം തരക്കേടില്ലാത്ത ചിത്രമാണ്. നിങ്ങൾ മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ് കണ്ടാണോ? ആ പടത്തിൻ്റെ ഡയറക്ടർ അദ്ദേഹം തന്നെയാണ് ഈ പടവും ചെയ്തിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, അത്യാവശ്യം നല്ല രീതിയിൽ കളക്ട് ചെയ്ത ചിത്രമാണ്. ചിലർക്കൊന്നും ഇഷ്ടപ്പെടത്തില്ല. ആ പടത്തിലെ നായകൻ്റെ പേര് വിനീത് ശ്രീനിവാസൻ എന്നാണെങ്കിൽ ഈ പടത്തിലെ നായകൻ നസ്ലീൻ ആണെങ്കിലും നസ്ലീൻ്റെ പേര് വിനീത് എന്നാണ്. പടം അത്യാവശ്യം തരക്കേട്ടുള്ള ചിത്രമാണ്. തിയേറ്ററിൽ ഇറങ്ങിയപ്പോഴൊക്കെ ഒരുപാട് വിവാദങ്ങളൊക്കെ വന്ന ചിത്രമാണ്. ഇപ്പോൾ ഈ ചിത്രം OTT പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. 1 മാസമായി പടം ഇറങ്ങിയിട്ട്. മുകുന്ദനുണ്ണി അസോസിയേറ്റ്സിൻ്റെ അകത്ത് കർമ്മ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കില്ല. കർമ്മേനെയൊക്കെ ഊക്കി പറമ്പിൽ ഇറങ്ങിയാണ്. അയാളുടെ വേ ഓഫ് ഡയറക്ഷൻ, സ്ക്രിപ്റ്റിംഗ് ഒക്കെ എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. ആ പടം കണ്ടവർക്കറിയാം. ഈ പടം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഈ പടത്തിൻ്റെ ഡയറക്ടർ ആ പടത്തിൻ്റെ ഡയറക്ടർ തന്നെയാണെന്നുള്ളത് പടത്തിൻ്റെ ഒരു ഫ്ലോയ്ക്കകത്ത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പടം 3 മണിക്കൂറുണ്ട് ഏകദേശം. എനിക്ക് തോന്നിയൊരു കാര്യം, ആ പടം ഒരു 2.25 മണിക്കൂറിന് തീർക്കാവുന്ന ആവശ്യമുള്ളായിരുന്നു തോന്നി. വെറുതെ ഇങ്ങനെ വലിച്ചു നീട്ടേണ്ട ആവശ്യമില്ലായിരുന്നു. ചിലയിടത്തൊക്കെ ചില കാര്യങ്ങൾ അയാൾ നമ്മളെ കൺവിൻസ് ആക്കാൻ നോക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വലിച്ചു നീട്ടേണ്ട വന്നിട്ടുണ്ട്. പടം നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. ഇത് കൂടുതലായിട്ടും രജിസ്റ്റർ ആവുന്ന ഈ സിനിമയിൽ അഭിനയിക്കാൻ, അല്ലെന്നുണ്ടെങ്കിൽ ഡയറക്ഷൻ, മ്യൂസിക്, സ്ക്രിപ്റ്റിങ്, എവിടെയെങ്കിലൊക്കെ സിനിമാ മേഖലയിൽ എത്തിപ്പെടാൻ വേണ്ടി നോക്കുന്ന ആൾക്കാർ, എത്തിപ്പെട്ടിരിക്കുന്നവർ, അവർക്കൊക്കെയാണ് ഈ പടം കറക്റ്റായിട്ടും രജിസ്റ്റർ ആവുന്നത്. പിന്നെ സിനിമയെ സ്നേഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. സിനിമയെ സ്നേഹിക്കുന്നത് പറഞ്ഞാൽ എല്ലാ പടവും തിയേറ്ററിൽ പോയി കാണുക, സിനിമാക്കാരുടെ കഥകളൊക്കെ എല്ലാം അപ്ഡേറ്റ് ചെയ്ത് പോകുന്ന ആൾക്കാരുണ്ടല്ലോ. അവർക്കും ഇത് ഇഷ്ടപ്പെടും. അല്ലാത്തവർക്കത് ദഹിക്കുമെന്ന് എനിക്ക് സംശയമുണ്ട്. എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു, കുഴപ്പമില്ല. ഞാൻ ഇപ്പോൾ തന്നെ ഇച്ചിരി ഒരു ലാഗ് വലിച്ചു നീട്ടി ഇച്ചിരി കുറച്ചിരുന്നെങ്കിൽ നന്നായിരുന്നു എനിക്ക് തോന്നി. നസ്രീൻ ചെയ്യുന്ന ക്യാരക്ടർ വിനീത്, പുള്ളി അത് നല്ല പെർഫെക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ആ ക്യാരക്ടർ മീറ്റർ പിടിച്ച് തന്നെയാണ് പോയിരിക്കുന്നത്, എവിടെയും താന്നിട്ടില്ല. അയാളെ സംബന്ധിച്ച് അയാൾ ചെയ്തിരിക്കുന്ന ക്യാരക്ടേഴ്സിൻ്റെ അകത്ത് കുറച്ചുകൂടെ ബോൾഡായിട്ടൊരു സ്ട്രോങ് ആയിട്ടൊരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നിയത്. ഇച്ചിരി മച്യൂരിറ്റി കീപ്പ് ചെയ്ത് പോകേണ്ടതാണ് ആ ക്യാരക്ടർ. അത് പുള്ളി നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ പടത്തിൽ ഡയറക്ടർ പ്രൊഡ്യൂസർ ഈഗോ, ഡയറക്ടർ ആക്ടർ ഈഗോ, ആക്ടർ പ്രൊഡ്യൂസർ ഈഗോ, ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്കിടയിലുള്ള ഈഗോ ക്ലാഷ് ഉണ്ടല്ലോ. കാരണം ഒരുത്തന് പണിയാവും എന്നുള്ള ആ ഒരു ടെൻഷൻ വരുമ്പം എങ്ങനെയെങ്കിലും കയറി വരാതെ ചവിട്ടിത്താക്കുക. അവൻ്റെ തമ്മിൽ അവനോട് ഭയങ്കര സ്നേഹം, ബഹുമാനം, അവൻ്റെ ഒരു ആരാധകനായിട്ട് നിൽക്കുകയും മാറി നിന്ന് അവനെ ചവിട്ടിത്താക്കാൻ നോക്കുകയും ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ട്. രാഷ്ട്രീയമാണെങ്കിലും സിനിമയാണെങ്കിലും ബിസിനസ് ആണെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ വരുന്നുണ്ട്. നിങ്ങളൊരു ഗവൺമെൻറ് എംപ്ലോയിയോ ഒരു യൂണിവേഴ്സിറ്റിയിലോ സെക്രട്ടേറിയറ്റോ അല്ലെ ബാങ്കിലൊക്കെ ജോലി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് അത്രയും പ്രശ്നങ്ങൾ വരത്തില്ല. ഇത് കരിയർ, ഇത് അഡ്വക്കേറ്റ് ഫീൽഡുണ്ട്, ലോയർ ഫീൽഡിലും ഒരാൾക്ക് മേളിലോട്ട് വരുമ്പം ഈ പ്രശ്നം വരാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ജോബുകളിലൊക്കെ ഇരിക്കുന്നവർക്ക് ഇത് പെട്ടെന്ന് രജിസ്റ്റർ ആവും. ഇതൊരു സാലറി ഇല്ലാത്ത ജോബുകളല്ല. ഇത് നമ്മുടെ ഗ്രാഫ് ഡൗൺ ആകുമ്പോൾ നമ്മുടെ സാലറിയും ഡൗൺ ആകും. നമ്മുടെ ഗ്രാഫ് കയറുമ്പോൾ നമ്മുടെ സാലറിയും കയറും. നമ്മുടെ ഫെയിം ഹൈ ആകുമ്പോഴാണല്ലോ നമ്മളെല്ലാവരും അറിയുന്നത്. ഈ ഫെയിം ഡൗൺ ആകാതെ നോക്കേണ്ട നമ്മുടെ ആവശ്യമാണ്. അപ്പം നമ്മളറിയാതെ നമ്മുടെ കൂടെ നിൽക്കുന്നവർ തന്നെ നമ്മുടെ ഫെയിം ഡൗൺ ആക്കാൻ നോക്കും. ഇതൊക്കെയാണ് ഈ പടത്തിൽ കറക്റ്റായിട്ട് പറഞ്ഞു പോകുന്നത്. നസ്ലിൻ്റെ ഫ്രണ്ട് ക്യാരക്ടറായിട്ട് ചെയ്യുന്ന ഈ ചെറുപ്പക്കാരൻ്റെ ഡയലോഗ്സ് റിപ്പീറ്റഡ് ആയിട്ട് എനിക്ക് തോന്നി. ഏകദേശം ഒരേപോലെയുള്ള സാമ്യമുള്ള ഡയലോഗ്സ് വീണ്ടും വീണ്ടും വന്ന് പറയുന്നുണ്ട്. അയാളുടെ അഭിനയം ഒരു സെക്കൻഡ് ഹാഫ് കഴിഞ്ഞപ്പോൾ മുതൽ എനിക്ക് അത്ര ഒരു സാറ്റിസ്ഫൈഡ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. ഓക്കെയാണ്, നമ്മൾ അയാളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. അയാളുടെ പഴയ പടങ്ങളിലെ അഭിനയം വെച്ച് നോക്കുമ്പോൾ നമ്മൾ അയാളിൽ നിന്ന് ഒരുപാട് ഡിമാൻഡ് ചെയ്യും. അപ്പം അത്ര ഡിമാൻഡിനനുസരിച്ചുള്ളത് വന്നിട്ടില്ല. പക്ഷേ നസ്ലിയൻ ഗ്രാഫ് നല്ല രീതിയിൽ ഹൈ ആണ്. ഈ പടത്തിൻ്റെ ഒരു ഇത് വെച്ച് കഴിഞ്ഞാൽ പടം അങ്ങനെ കയറിയിട്ട് ഇടയ്ക്ക് വെച്ച് നല്ലോണം അങ്ങ് താഴുന്നുണ്ട്, നല്ല രീതിയിൽ താഴുന്നുണ്ട്. ഇൻ്റർവെല്ലിൽ കഴിയുമ്പോൾ നല്ല രീതിയിൽ താഴുന്നുണ്ട്. മോശമെന്നല്ല പറയുന്നത്, വാച്ചബിൾ മൂവിയാണ്. സിനിമാ മേഖലയുള്ളവരുടെ ലൈഫാണ് ഇത് പറഞ്ഞു പോകുന്നത്. ബേസിൽ ജോസഫ്, ഷർഫുദ്ദീൻ, ഈ 2 പേരും ഇതിനകത്ത് നല്ലൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ബേസിൽ പടത്തിൽ തന്നെ ഒരു ആക്ടറായിട്ടാണ്. ഷർഫുദ്ദീൻ്റെ ക്യാരക്ടർ എന്ന് വെച്ചാൽ ഒരു ഈ നോവലൊക്കെ എഴുതുന്ന ഒരാളുടെ മകനാണ്. ജഗദീഷാണ് ആ ക്യാരക്ടർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫാദറിൻ്റെ ഫെയിമും ആ ഫെയിമിലുണ്ടായ ചില പ്രശ്നങ്ങളും, പിന്നെ സിനിമയിലോട്ട് വരിക, അപ്പൻ്റെ സാധനങ്ങളൊക്കെ എടുത്ത് സിനിമയാക്കുക, ഇതൊക്കെയൊക്കെയാണ് ആ ക്യാരക്ടർ പറഞ്ഞു പോകുന്നത്. ഷർഫുദ്ദീൻ ഈ ക്യാരക്ടർക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബേസിലിൻ്റെ ക്യാരക്ടർ, അയാളുടെ ക്യാരക്ടർ ഓക്കെയാണ്, കുറച്ചുകൂടെ പോളിഷ് ചെയ്തിരുന്നെങ്കിൽ നന്നാവുമായിരുന്നു. ഇപ്പോഴത്തെ ബേസിലിൻ്റെ ഒരു ഇമേജിന് പറ്റിയൊരു ആക്ടിംഗ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. വിനീത് ശ്രീനിവാസൻ അതിൻ്റെ അകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്തു. ഹീറോയിനായിട്ട് വരുന്ന പുള്ളിക്കാരത്തി ഇതാണ്. ഇതിൻ്റെ അകത്ത് വേറെ ലേഡി ക്യാരക്ടേഴ്സ് എന്ന് പറയുമ്പം നസ്ലിൻ്റെ അമ്മയായിട്ട് വരുന്ന സ്ത്രീയും ആ കൂട്ടുകാരൻ്റെ അമ്മ, ഈ സ്ത്രീയൊക്കെ ഉള്ള ഒരു മെയിൻ ഉടനീളം നിൽക്കുന്ന ഇവരുടെ ക്യാരക്ടേഴ്സ് അത്യാവശ്യം കുറച്ച് നേരം ഉണ്ട്. പെൺകുട്ടി ചില പടങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, അത്യാവശ്യം അഭിനയിക്കുന്നുണ്ട് പുള്ളിക്കാരൻ. വിനീത് ശ്രീനിവാസൻ്റെ സിസ്റ്ററായിട്ടാണ്. വിനീത് ശ്രീനിവാസൻ്റെ ഒരു പ്രൊഡ്യൂസറാണ്. നസ്ലിയൻ്റെ നായികയായിട്ട് ആദ്യം വന്നു, അതായത് പുള്ളിയോട് പ്രണയമൊക്കെ പറഞ്ഞു പുള്ളി അവോയ്ഡ് ചെയ്തു. പിന്നെ സംഗീത് നസ്ലിയൻ്റെ പടങ്ങളിലൊക്കെ സ്ഥിരമായിട്ടുള്ള പുള്ളി അതിൻ്റെ അകത്തൊരു നെഗറ്റീവ് ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. പുള്ളി പിന്നീട് ഈ
ഈ കഥാപാത്രത്തെ മാരേജ് ചെയ്യുന്നതായിട്ടൊക്കെയാണ് കഥയിൽ കൊണ്ടുവന്നിരിക്കുന്നത്. സംഗീത് നല്ല രീതിയിൽ നെഗറ്റീവ് ക്യാരക്ടറാണ് പിടിച്ചിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ക്യാരക്ടറാണ്. സംഗീത് ചില സമയത്ത് ഇങ്ങനത്തെ ക്യാരക്ടർ ചെയ്യുമ്പോൾ നിവിൻ പോളിയുടെ ഒരു പടം ഉണ്ടായിരുന്നല്ലോ, ഒരു നേഴ്സായിട്ടുള്ള നിവിൻ പോളി അഭിനയിച്ചത്, ഈ ഇടയ്ക്ക് ഇറങ്ങിയ പടത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ പടത്തിലൊക്കെ സംഗീതിൻ്റെ അഭിനയം ചില സമയത്തൊക്കെ കട്ടായി പോകുന്നുണ്ടല്ലോ. അതായത് സംഗീത് കോമഡി വിട്ടിട്ട് ഇങ്ങനത്തെ ക്യാരക്ടർ ചെയ്യുമ്പോൾ ആ സാധനം കയ്യിൽ നിന്ന് പോകുന്നുണ്ട്. പക്ഷേ ഈ പടത്തിൽ കയ്യിൽ നിന്ന് പോകുന്നതായിട്ട് എനിക്ക് തോന്നുന്നില്ല. പുള്ളിയുടെ ഒരു ഡയറക്ടറാണ്, റൈറ്റർ ഡയറക്ടർ എന്നുള്ള ആ ഒരു ഇതാണ്. നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് അദ്ദേഹം. പടത്തിൻ്റെ ഡയറക്ഷൻ, എഡിറ്റിംഗ്, ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ അത്യാവശ്യം നല്ലതാണ്. അതാണ് ഈ പടത്തെ പിടിച്ചു നിർത്തിയിരിക്കുന്നത്. പിന്നെ ഈ പടത്തിൻ്റെ കഥയെക്കുറിച്ച് പറയുമ്പം വിനീത് അസ്ലീൻ ചെയ്യുന്ന ക്യാരക്ടർ, അയാളുടെ വലിയൊരു ആഗ്രഹമാണ് സ്കൂൾ കാലഘട്ടം മൂലം എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു ഹൊറർ ചിത്രം ചെയ്യണം, ഹോളിവുഡ് ലെവലിലോട്ട് പോകണം. പിന്നീട് പുള്ളി ആഗ്രഹിച്ച് ഇന്ത്യൻ ലെവലിൽ, ഹോളിവുഡ് ലെവലിലോട്ട് എത്തിപ്പെടാൻ പ്രയാസമായതുകൊണ്ട് പുള്ളി പിന്നെ ചിന്തിച്ച് ഇന്ത്യൻ ലെവലിൽ. പിന്നെ അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പിന്നീട് പിന്നെ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്യാൻ നോക്കുന്നു. ഷോർട്ട് ഫിലിം ചെയ്ത് അപ്പൂപ്പനെ കൊണ്ടൊക്കെ കാണിക്കുന്നു. അപ്പൂപ്പൻ ഷോർട്ട് ഫിലിം കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സ്ട്രോക്കായി പോകുന്നു. അപ്പോൾ വീട്ടുകാരെല്ലാം കൂടെ ഇവൻ്റെ ഷോർട്ട് ഫിലിം കണ്ടിട്ടാണ് അപ്പൂപ്പനെ ഗതിയായെന്നൊക്കെ പറഞ്ഞുള്ള കുറേ കോമഡിയൊക്കെ ഉണ്ട്. പിന്നീട് അപ്പൂപ്പൻ ഈനേക്കുന്നു, അപ്പൂപ്പൻ മരിച്ചു പോകുന്നു. 90s ലാസ്റ്റ് മുതലുള്ളതാണ് കഥ ഇങ്ങോട്ട് പറഞ്ഞു പോകുന്നത്. 90s, 2000, 2010 അങ്ങനെ ഒരു പീരീഡിലോട്ടാണ് കഥ എത്തി നിൽക്കുന്നത്. അതൊരു ചെറുപ്പക്കാരൻ്റെ ഒരു 10 വയസ്സ് മുതൽ അദ്ദേഹത്തിൻ്റെ 25 വയസ്സ് വരെയുള്ള കാലഘട്ടം. അതാണ് കഥ കറക്റ്റായിട്ട് നമുക്കിടയിലോട്ട് എത്തിക്കാൻ നോക്കുന്നത്. എന്താണെങ്കിലും ഒരു വാച്ചബിൾ മൂവി തന്നെയാണ്. ഈ നസ്ലീൻ്റെ ക്യാരക്ടർ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾക്കൊരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നല്ല പെർഫെക്ഷൻ കിട്ടണം. പുള്ളി കരുതുന്നത് വർക്കിൽ ഒരു കാരണവശാലും നമ്മൾ കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല, അത് തൻ്റെ കരിയറിനെ ബാധിക്കും. അതുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. അപ്പം പ്രൊഡ്യൂസറിനെ സംബന്ധിച്ച് പ്രൊഡ്യൂസർ പറയുന്നുണ്ട് സിനിമ എന്ന് പറഞ്ഞ ഇതാണ്, ചില കോംപ്രമൈസുകളൊക്കെ വേണ്ടി വരും. അപ്പം ഇയാൾ അതിൻ്റെ അകത്തൊക്കെ വഴങ്ങാതെ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ആ പടം പിന്നീട് പുള്ളി അങ്ങ് ഡിലീറ്റ് ചെയ്യുമ്പം പ്രൊഡ്യൂസർ വെറുതെ ഇരിക്കും. അപ്പം പുള്ളി എഴുതുന്നു, ഇനി എൻ്റെ ഈ പടം ഇറങ്ങിക്കഴിഞ്ഞാൽ അത് പൊട്ടിക്കഴിഞ്ഞാൽ എൻ്റെ കരിയർ പോകത്തില്ലേ എന്നൊക്കെയാണ് ഈ വിനീത് എന്ന് പറഞ്ഞ ക്യാരക്ടർ ചിന്തിക്കുന്നത്. ഡിലീറ്റ് ചെയ്യുന്നതോടുകൂടി വലിയ പ്രശ്നങ്ങളാവുകയാണ് ചെയ്യുന്നത്. പ്രൊഡ്യൂസർ പിന്നെ ഈ വിനീതിനോടുള്ള ക്യാരക്ടർ, അതായത് ഈ നസ്രീനോടുള്ള വൈരാഗ്യം നോക്കുന്ന, അയാളെ പടം ചെയ്യാൻ സമ്മതിക്കുന്നില്ല. അപ്പോൾ സംഗീത്, ഷറഫുദ്ദീന്, ആ പ്രണയം വന്ന് പറഞ്ഞ പെണ്ണ്, ഇതൊക്കെ ഇതിൻ്റെ അകത്ത് ഇൻ്റർ കണക്റ്റഡ് ആണ്. അങ്ങനെ ഇയാളുടെ കരിയർ എങ്ങനെയെങ്കിലും തുലയ്ക്കുക എന്നുള്ള ഒരു ഇതിലോട്ട് പോകുന്നു. പിന്നെ കൂടെ നിൽക്കുന്ന കൂട്ടുകാരനും മറുകണ്ഠം ചാടുന്നു. വിനീതിൻ്റെ ക്യാരക്ടർ, വിനീതിൻ്റെ കാരണം പടം പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് എന്തിനാണ്? നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ചില പടങ്ങൾ നമ്മൾ തിയേറ്ററിൽ പോയി കാണുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ ട്രെയിലർ അല്ലെ പോസ്റ്റർ ഇറങ്ങുമ്പോൾ നമ്മൾ പറയാറുണ്ട് ഈ പടം പൊട്ടാനുള്ളതാണ്, അത് കണ്ടാൽ അറിയാം ഇത് പൊട്ടുമെന്നുള്ള. ഇങ്ങനത്തെ പടങ്ങളുടെ പിന്നിലെ കഥ എന്താണ് നമുക്കെങ്ങനെയാണ് മനസ്സിലാകുന്നത്? ഇന്ന പടത്തിൻ്റെ ഒരു പോസ്റ്റർ അല്ല അതിൻ്റെ ഒരു ട്രെയിലർ കാണുമ്പോൾ തന്നെ പറയും പടം ഇട്ടുന്നല്ലേ പൊട്ടും, നോക്കാനില്ല. പക്ഷേ പല സിനിമാക്കാരും പറയുന്ന കാര്യങ്ങളാണ്, ചെയ്തെന്നേ ഉള്ളൂ, പടം പൊട്ടുമെന്ന് അറിയാമായിരുന്നു, നമ്മളങ്ങനെ ഒരു കമ്മിറ്റ്മെൻറ്റിൻ്റെ പേര് ചെയ്തെന്നേ ഉള്ളൂ. എന്താണ് ഈ കമ്മിറ്റ്മെൻറ്റ്? അതിൻ്റെ പിന്നിലെ രഹസ്യം എന്താണെന്നുള്ള ഈ പടം കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ പടത്തിൽ ചില ഡയലോഗ്സിലൊക്കെ ചില വേർഡ്സൊക്കെ, ഈ സിനിമയ്ക്കകത്തുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം സെൻസർ മോഡ് ഇരിക്കുന്ന അനാവശ്യമായിട്ട് ചില കാര്യങ്ങൾ, ചില സിനിമ ഡിമാൻഡ് ചെയ്യുന്ന ചില കാര്യങ്ങൾ, ചിലവിടെ തെറി പറയേണ്ടത് ചിലപ്പം തെറി പറയേണ്ടി വരും, സെക്സ്വൽ ടോക്ക് പറയേണ്ടത് സെക്സ്വൽ ടോക്ക് പറയേണ്ടി വരും. അപ്പോൾ ഇവിടെയൊക്കെ കയറി സെൻസർ ബോക്ക് കത്തിരെ വെക്കാൻ പോയി കഴിഞ്ഞാൽ പടത്തിൻ്റെ ഫ്ലോയെ ചിലപ്പോൾ അത് ബാധിക്കും. അതൊക്കെ ഒരു വലിയ പ്രശ്നമാണ്. നമ്മുടെ നാടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ദൈവികതയെ തൊടാൻ പാടില്ല. നമ്മളിപ്പോൾ ഒരു ഓട്ടോക്കാരൻ്റെ ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ ആ ഓട്ടോക്കാരൻ്റെ ചില പരിപാടികളൊക്കെ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ഓൾ കേരള ഓട്ടോ അസോസിയേഷൻ പ്രതിഷേധമായിട്ട് ഈ സിനിമയുടെ ബാനർ കത്തിക്കുകയും, എക്സാമ്പിൾ പറയുന്നത് കേട്ടോ, അങ്ങനെയൊക്കെയുള്ളതാണ് നമ്മുടെ നാട്ടിൽ കിടക്കുന്നത്. ഇനി ഒരു മതത്തിൻ്റെ നമ്മുടെ കഥാപാത്രത്തിന് ഇപ്പം നായരോ എന്തെങ്കിലും ഒരു സാധനം ഇട്ട് ഓൾ കേരള നായർ അസോസിയേഷൻ ഇതിനെ പ്രതിഷേധിക്കുന്നു, ഈ പടത്തെ ബഹിഷ്കരിക്കുന്നത്. സിനിമയായിട്ട് കാണുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നിപ്പം മലയാളിക്ക് സിനിമയിൽ മതം പ്രശ്നമാണ്, ജാതി പ്രശ്നമാണ്, ഒരു തൊഴിൽ പ്രശ്നമാണ്. നമുക്കിപ്പോൾ എന്താ, നമ്മളിപ്പോൾ ഒരു കഥാപാത്രത്തെ പറയുമ്പോൾ തൊഴിൽ മേഖലയിൽ ജോലി ചെയ്യാൻ പാടില്ല, അയാൾക്ക് മതം ഇല്ലാതിരിക്കേണ്ട ക്യാരക്ടറായിരിക്കണം. ഇത് ഗതികേടാണ് ഞാൻ ആലോചിക്കുന്നത്. നമ്മൾ സിനിമയിൽ റിയൽ ലൈഫിൽ നിന്നാണ് ക്യാരക്ടേഴ്സിനെ പ്ലേസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് പറയുമ്പോൾ പിന്നീട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഈ പടത്തിലുണ്ടായി. സെൻസർ ബോർഡ് കട്ട് ചെയ്തിട്ട് പ്ലേസ് ചെയ്യാൻ പറഞ്ഞു, പക്ഷേ അവർ കട്ട് ചെയ്യാത്ത കണ്ണൂർ ഭാഗത്ത് എവിടെയോ പ്രദർശിപ്പിച്ചു. അത് വലിയ വിവാദങ്ങളിലോട്ടൊക്കെ പോയി. ഈ പടത്തിന്റെ ഡയറക്ടറും പ്രൊഡ്യൂസറൊക്കെ ഈ പടത്തിന്റെ ഇവർ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. അവരെ സംബന്ധിച്ച് അവരുടെ ആ ഒരു കറക്റ്റ് ഔട്ട് പുറത്തോട്ട് വിടുമ്പം ഇതെല്ലാം കയറി കത്തിരി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അതങ്ങ് പോയില്ലേ, ഭംഗി പോയില്ലേ. അങ്ങനെ കുറേ വിവാദങ്ങൾക്ക് ശേഷമാണ് ഈ പടം ജനങ്ങൾക്കിടയിലോട്ട് എത്തിയത്. അതിൻ്റെ ഫുൾ വേർഷൻ, ഡ്രം ചെയ്യാത്തൊരു വേർഷൻ പ്രൊഡ്യൂസറിൻ്റെയും ഡയറക്ടറിൻ്റെയും കാണും. അത് കണ്ടാലേ ഉള്ളൂ നമുക്ക് എനിക്കൊന്ന് കുറച്ചുകൂടി സാറ്റിസ്ഫൈഡ് ആകാൻ പറ്റുള്ളൂ. എനിക്ക് സിനിമ ലൊക്കേഷനിലൊക്കെ പോകുമ്പം സിനിമയിൽ വർക്ക് ചെയ്തിട്ടുള്ള വ്യക്തിയാണ് നിങ്ങൾക്കറിയാം, ചില കാര്യങ്ങൾ ചില ആർട്ടിസ്റ്റുകളെ ചെയ്യിച്ചെടുക്കണം എന്നുണ്ടെങ്കിൽ ചിലപ്പം ബോഡി ലാംഗ്വേജ് ഓക്കെ ആകുമ്പം ഫേസിൽ അത് വരത്തില്ല, ഫേസ് ഓക്കെ ആകുമ്പോൾ ബോഡി ലാംഗ്വേജിൻ്റെ അത് പ്രശ്നം ഉണ്ടാകും. ഇത് രണ്ടും ഓക്കെയാണ്, ഡയലോഗ് കൊളാക്കും. അതൊക്കെയാണ് ഏറ്റവും വലിയൊരു സ്ട്രഗിളിങ് ഫാക്ടർ. അപ്പം ടേക്ക് എടുത്തെടുത്ത് പോകുമ്പം യൂണിറ്റ് നിൽക്കുന്നവർക്ക് പ്രശ്നമാവും. ടേക്ക് കൂടുന്നതനുസരിച്ച് ആർട്ടിസ്റ്റിനെ മൂടും. എനിക്ക് തോന്നുന്നു 4-5 ഒരു 10 ടേക്കിനുള്ളിൽ സംഗതി നടന്നില്ലെങ്കിൽ ആർട്ടിസ്റ്റ് ഓഫ് ആവും.
ഡയറക്ടറിനെ സംബന്ധിച്ച് അയാൾക്ക് ഒരു പെർഫെക്റ്റ് ഔട്ട് കിട്ടുക എന്നുള്ളത് വലിയൊരു ഘടകമാണ്. ഇതൊക്കെയാണ് ഇതിലുള്ള പ്രശ്നങ്ങൾ വരുന്നത്. എന്നാൽ ആർട്ടിസ്റ്റിനെ മാറ്റിയിട്ട് വേറെ ആർട്ടിസ്റ്റിനെ വെക്കാന്ന് പറയുമ്പോൾ പ്രൊഡ്യൂസറിൻ്റെ സൈഡ് ഇത് പറ്റത്തില്ല, ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യും, ആ ആർട്ടിസ്റ്റിനെ പടക്കി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ് എന്നൊക്കെയുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട്. നിങ്ങളൊരു സിനിമ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, സിനിമയുടെ അകത്തെ കാര്യങ്ങളും ഇങ്ങനെയൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണെങ്കിൽ മസ്റ്റ് വാച്ചാണ് ഈ മൂവി. ചെറിയൊരു ലാഗ് വരുന്നുണ്ടെങ്കിലും കുഴപ്പമില്ലെന്ന് ഞാൻ പറഞ്ഞത് ഓക്കെയാണ്. തുടക്കം ഈ ഷറഫുദ്ദീൻ്റെ കഥയാണ്. ജഗദീഷ് ഒരു നോവൽ എഴുതുന്ന ഒരു വ്യക്തിത്വമാണ്. ഒരുപാട് നോവൽ എഴുതി, പക്ഷേ ആ നോവലൊന്നും പുള്ളിയുടെ സ്വന്തമല്ല. അതൊക്കെയാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. മകനാണ് ഷറഫുദ്ദീൻ്റെ ആഗ്രഹം അപ്പനെ പോലെ വലിയൊരു ലെജൻഡ് കാണും. അപ്പോഴാണ് ഇപ്പം പറഞ്ഞിടാ എനിക്കോ കഴിവില്ല, പിന്നെ നിനക്കെങ്ങനെയാടാ കഴിവ് വരുന്നത്, അങ്ങനെയൊക്കെ ഒരു സംഗതികളൊക്കെ ഉണ്ട്. അപ്പം അപ്പനെ പോലെ ആകാൻ വേണ്ടി മകനും നോക്കുവാണ്. ഉടായിപ്പിക്കൂടെ എങ്ങനെയെങ്കിലും മറ്റാൾക്കാരെ കൊണ്ട് എഴുതിച്ചിട്ട് അതിൽ കൂടെ എങ്ങനെ രക്ഷപ്പെടാം. ഈ മലയാളം ഇൻഡസ്ട്രി എന്നല്ല, ലോകമെമ്പാടുമുള്ള ഫിലിം ഇൻഡസ്ട്രി, റൈറ്റിംഗ്, എല്ലാ മേഖലയിലും ഈ എഴുത്ത് മേഖലകൾ, സിനിമ മേഖലകളിലൊക്കെ ഇതുപോലത്തെ ഒരുപാട് ഫേക്ക് ആയിട്ടുള്ള പരിപാടികൾ നടത്തുന്നുണ്ട്. ഗോസ്റ്റ് റൈറ്റേഴ്സ് പണ്ട് പോലെ മലയാളം ഇൻഡസ്ട്രി ഉള്ളതാണ്. പലരുടെയും സ്ക്രിപ്റ്റ് മേടിച്ച് പ്രസന്റ് ചെയ്ത് റൈറ്റേഴ്സ് ആണ്. നമ്മൾ പല പടങ്ങളും കേട്ടിട്ടുണ്ട്, സ്ക്രിപ്റ്റ് ഇന്ന ആക്ടറാണ്, അല്ലെ ഈ സ്ക്രിപ്റ്റ് ഇന്ന ഡയറക്ടറാണെന്ന് പറയും. പലപ്പോഴും പലരും ഗോസ്റ്റ് ആയിട്ട് എഴുതിയിട്ടാണ് ഇവരുടെ പേര് വെക്കുന്നത്. ഇവരാ മൊത്തം റൈറ്റ്സും എഴുതി മേടിക്കും. പിന്നീട് ഭാവിയിൽ ഒരു ഇഷ്യൂ ഉണ്ടാകാൻ പാടില്ല. അതിനുശേഷമാണ് ഇവരുടെ പേരിൽ അങ്ങ് പിടിപ്പിക്കും. എഴുതുക എന്ന് പറയുന്നത് ഒരു കഴിവാണ്. അത് സമയം നല്ലോണം എടുക്കും. അപ്പം ഒരുപാട് ടെൻഷൻസ് ഉണ്ടല്ലോ, അല്ല ഇതൊക്കെ ഓവർകം ചെയ്ത് വേണ്ട ഇതൊക്കെ ചെയ്യാൻ വേണ്ടി. എന്താണെങ്കിലും നമ്മൾ ആ ഒരു 3 മണിക്കൂർ 2.25 മണിക്കൂർ മിച്ചം ആ സിനിമാ ലോകം നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സിനിമാ മേഖലയിൽ പോയിട്ടുള്ള ആളുകൾക്ക് അത് ശരിക്കും രജിസ്റ്റർ ആവും. പിന്നെ ഈ ഡയറക്ടറിനൊരു സിഗ്നേച്ചറുണ്ട്, അത് നമുക്ക് പടം കാണുമ്പോൾ മനസ്സിലാവും. പുള്ളിയുടെ ഒരു വേ ഓഫ് മേക്കിംഗ്. ജേക്സ് ബിജോയാണ് അതിൻ്റെ സ്കോർ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല, പുള്ളിയുടെ ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ, ഓരോ സന്ദർഭങ്ങൾ വരുമ്പോഴും പുള്ളി നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ, ടേക്ക് കെയർ.